Hi dears, welcome back to my channel. I am ILHAN. ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു പ്ലാന്റിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വാണ്ടറിംഗ് ജൂ പ്ലാന്റ് അല്ലെങ്കിൽ ട്രെഡസ്കാൻഡാനിയ, സ്പൈഡർ വെയ്റ്റ്, ഇഞ്ച് പ്ലാന്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇതിനെ വാണ്ടറിംഗ് ജൂ എന്നാണ് പറയുന്നത്. സാധാരണ ചെടികളെ പോലെ ചട്ടികളിലും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടുകളിലും പിന്നെ നിലത്ത് ഗ്രൗണ്ട് കവറായൊക്കെ ഈ ചെടിയെ നമുക്ക് വളർത്താൻ പറ്റും. സാധാരണ ചട്ടിയിൽ നല്ല തിക്കായിട്ട് തന്നെ വളരുന്ന ഒരു ചെടിയാണിത്. അതുപോലെ ഹാങ്ങിങ് പോട്ടിലാണെങ്കിൽ താഴേക്ക് നന്നായിട്ട് ഹാങ് ചെയ്ത് വളരുന്നൊരു ചെടിയാണ്. ഇനി നമ്മൾ നിലത്ത് മണ്ണിലൊരു മതിലിനോടൊക്കെ ചേർന്നൊക്കെ ഈ ചെടിയെ നമ്മൾ നടുവാണെങ്കിൽ നിലത്തൂടെയും അതുപോലെ മതിലിലേക്കൊക്കെ പടർന്ന് വളരുന്ന ഒരു ചെടിയാണിത്. നല്ല പർപ്പിൾ കളറിലുള്ള ഇലകളാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഇലയുടെ മുകൾ ഭാഗത്ത് സിൽവർ കളറും പർപ്പിൾ കളറും ചേർന്നിട്ട് വരുന്ന ഒരു ലൈൻസൊക്കെയാണ് ഇതിനുള്ളത്. അടിഭാഗത്ത് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ചെടി ഹാങ് ചെയ്താണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇലയുടെ അടിഭാഗമായിരിക്കും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതല്ലാതെ ചട്ടിയിലാണ് നമ്മൾ നടുന്നതെങ്കിൽ നല്ല പോലെ ഇതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള ആ സിൽവർ കളറും പർപ്പിൾ കളറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലാന്റിൻ്റെ കെയറിങ് വളരെ എളുപ്പമാണ്. അധികം ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിലും വലിയ പരാതിയൊന്നും ഇല്ലാതെ വളരുന്ന ഒരു പ്ലാന്റാണിത്. നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത ഒരു സ്ഥലത്ത് പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുന്നതാണ് ഈ പ്ലാന്റിന് എപ്പോഴും ഇഷ്ടം. ഒട്ടും വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ ഈ പ്ലാന്റ് വെക്കരുത്. അപ്പോൾ ഒട്ടും വെളിച്ചം കിട്ടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഈ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഇലകളിൽ കാണുന്ന ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഒരു ഗ്രീൻ കളറിലേക്ക് മാറും. അപ്പോൾ വെളിച്ചം ഒരുവിധം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഈ ചെടി കുറച്ച് ദിവസം ഇങ്ങനെ അധികം വെളിച്ചമൊന്നും കിട്ടാത്തൊരു സ്ഥലത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇതിനെ കുറച്ച് ഗ്രീൻ കളറ് ഈ ചില ഇലകൾക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ സ്ഥലത്തേക്ക് ഇതിനെ അങ്ങ് മാറ്റി ഹാങ് ചെയ്തിട്ടു. അപ്പോൾ ഇവിടെ രാവിലത്തെ വെയിലടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നന്നായിട്ട് മോർണിംഗ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ എന്നാലും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ചെടി ഇപ്പോൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഉച്ച സമയത്തുള്ള വെയിലൊക്കെ നേരിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ചെടി മൊത്തത്തിൽ അങ്ങനെ ചാര കളറിലേക്ക് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഫ്രഷ്നെസ് പോകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹാങ്ങിങ് പോട്ടിലാണ് ഈ പ്ലാന്റ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നൊരു പോട്ട് മിക്സിലാണ് നമ്മൾ ഈ പ്ലാന്റ് നടുന്നതെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2 ദിവസത്തിൽ കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചെടി അങ്ങനെ വാടി തളർന്ന് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതേപോലെ ഈ ചെടി നമുക്ക് വെള്ളത്തിലും വളർത്താൻ പറ്റും കേട്ടോ. വാട്ടർ ഗ്രോയിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിട്ടില്ല, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയേക്ക്. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ വളർത്താൻ പറ്റും. ഇനി ഈ ചെടിയിൽ നിന്ന് എങ്ങനെയാണ് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ചെടിയുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ തണ്ടുകൾ മുറിച്ചെടുത്ത് നേരിട്ട് മണ്ണിൽ നട്ട് കൊടുത്തിട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ 2 സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇപ്പോൾ ഇതിന് ചെറുതായിട്ട് വേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മണ്ണിലേക്ക് മാറ്റി നടാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് നടാതെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് വേര് പിടിപ്പിച്ച് വേര് വന്നതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. അതുപോലെ നമ്മുടെ പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഈ ചെടിയുടെ 2 തണ്ടുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സാധാരണ പോലെ തന്നെ മണൽ, കുറച്ച് കൊക്കോപീറ്റ്, കുറച്ച് ചാണകപ്പൊടി, അങ്ങനെയാണ് ഞാൻ സാധാരണ ഈ ഒരു ചെടിക്ക് എടുക്കാറുള്ളത്. ഒരു ബേസിക് ആയിട്ടുള്ളൊരു പോട്ടി മിക്സാണിത്. മിക്ക ചെടികൾക്കും ഈ ഒരു പോട്ടി മിക്സാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ തണ്ട് ഇങ്ങനെ തന്നെ നീളത്തിൽ നട്ട് കൊടുക്കാം ഒന്നല്ലെങ്കിൽ. അതല്ലാതെ തണ്ട് ഓരോ നോഡ് വെച്ച് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് വെച്ച് നമുക്ക് ഇത് മണ്ണിൽ നട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ ചട്ടിയിൽ നിറയെ നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടി നിറഞ്ഞ് തിക്കായിട്ട് വളർന്നു വരും. അപ്പോൾ ഈ ചെടിയുടെ 1-2 ഹാങ്ങിങ് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഡ്രെയിനേജ് ഹോളൊക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കുക ചട്ടി എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുകളൊക്കെ ഈ ചട്ടിയിൽ വെക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് ഈ പോട്ടി മിക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ
പോട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തത് ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ഓരോ നോഡ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ചെടി നമ്മളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചട്ടി നിറഞ്ഞ് തിക്കായിട്ടുണ്ടായി വരും. അപ്പോൾ നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഇതേപോലെ പെട്ടെന്ന് നട്ടതുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഇളകിപ്പോവും. മണ്ണൊന്നും ഉറച്ചിട്ടില്ല, അപ്പോൾ അത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ടോ. അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഡ്രെയിനേജ് ഹോളിൽ കൂടി വെള്ളം വരുന്നത് വരെ നമ്മൾ നനച്ച് കൊടുക്കുക. എന്നിട്ട് തണലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളിതിനെ ഒരാഴ്ചയോളം ഒന്ന് വയ്ക്കുക. അതിനുശേഷം ഈ ചെടിയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് എവിടെയാണോ നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ചെടീനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നട്ടിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി ഇതേ കണ്ടോ, ഇങ്ങനെ ഇത് കുറച്ചൊന്ന് പൊങ്ങി ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാ ചെടികളും നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചെടി ഈ ചെടിയൊക്കെ കണ്ടോ, ഇതൊക്കെ പൊക്കം വെച്ചിട്ടുണ്ട്. നമ്മൾ നട്ടതിനേക്കാളും കുറച്ചുകൂടെ പൊക്കമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് ചെടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഫാസ്റ്റായിട്ട് വളരുന്നൊരു ചെടിയാണിത്. ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ചട്ടി നന്നായിട്ട് കവർ ചെയ്ത് ഈ ചെടി വരും, ഉറപ്പാണ്. അപ്പോൾ അത്ര നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ്. നമ്മൾ അധികം കെയറൊന്നും കൊടുത്തില്ലെങ്കിലും ഇവർ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ ചെടിയുടെ തന്നെ വേറൊരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ ഒരു പ്ലാന്റ്. ഇതെനിക്ക് കിട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അത് വളരെ കാര്യമായിട്ട് അങ്ങനെ തിക്കായിട്ട് വളർന്നിട്ടൊന്നുമില്ല. പക്ഷെ താഴേക്ക് ഹാങ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഗ്രീനും അതുപോലെ വൈറ്റും കോമ്പിനേഷൻ ഇലകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഈ വാൻഡറിങ് ജൂവിൻ്റെ വേറൊരു വെറൈറ്റിയാണിത്. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിനകത്ത് 2 വെറൈറ്റീസാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റും നല്ല സൂപ്പർ പ്ലാന്റാണ്. ഇത് ഈ പ്ലാന്റ്സ് നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒരേപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ വെള്ളത്തിലും മണ്ണിലും ഒരേപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. ഇങ്ങനെ തിക്കായിട്ടുണ്ടായി വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് ബുഷിയായിട്ട് നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതിൻ്റെ ലീവ്സ് കാണുമ്പോൾ എന്ത് രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടി. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഞാൻ വളർത്തി എനിക്ക് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുന്നവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൊന്ന് അറിയിച്ചേക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അത് ഒന്ന് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അത് അറിയിക്കുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും ഒരുപാട് പേര് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഒറ്റ വീഡിയോ പോലും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.